വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് ശ്രീകുട്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു, അവൾ തിരിച്ചു പോവാണ്. അപ്പോൾ ജൂണിൽ എടുത്ത് വെച്ച് വീഡിയോ ആണ് കേട്ടോ, അതായത് ജൂൺ ഫസ്റ്റ് വീക്ക്. കുറച്ച് ലേറ്റായി പോയി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് എന്നും ബനാന ചിപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് എന്ന് വഴക്കാണ് കേട്ടോ. ഏതോ ഒരു വീഡിയോ കണ്ട് അങ്ങനെ എന്തോ തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ വേറെ ചിപ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അവൾക്കത് വേണ്ട, അത് ഭയങ്കര കട്ടിയാണ്, അത് ഭയങ്കര മഞ്ഞ കളറാണ്. അവൾക്ക് കുറച്ച് ബ്രൗൺ കളറിലൊക്കെ വരുന്ന ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ ഭയങ്കര തിന്നായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പം ഓണം വരുവാണല്ലോ, അപ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പം എന്തെങ്കിലും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. വെറുതെ ചുമ്മാ ഇരിക്കുമ്പം കുറയ്ക്കാമല്ലോ. ഇപ്പോൾ പൊതുവേ മഴക്കാലം കൂടാണ്, ഇങ്ങനത്തുള്ള കുറിപ്പൊക്കെ ഇപ്പം ഇഷ്ടംപോലെ ചിലവാകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഏത്തക്കയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പൊളിച്ച് വെള്ളത്തിലോട്ടിടാണ്. ഈ വെള്ളത്തിനകത്ത് കുറച്ച് മഞ്ഞളും കൂടി ഞാൻ കലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ എക്സ്ട്രാ ഒരുപാട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതിനൊരു ഓൾറെഡി ഒരു മഞ്ഞ നിറം വരും. പിന്നെ അവൾക്ക് ഒരു ബ്രൗണിഷ് കളറിലോട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും മഞ്ഞൾപ്പൊടി ഇട്ടുപോയി. അപ്പോൾ ഇതിൻ്റെ കറ കയ്യിലാവാതിരിക്കാൻ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറൊരു പ്രശ്നം പറ്റി, കൈ തെന്നി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത്തക്കയൊക്കെ പൊളിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു 10-15 മിനിറ്റ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ആ മഞ്ഞ നിറം ഒന്ന് അതിലേക്കൊന്ന് പിടിച്ച് വരട്ടേന്ന് കരുതി. അതിനുശേഷം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ഏത്തക്ക മുക്കിയിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സ്ലൈസർ വെച്ചിട്ടാണ് സ്ലൈസ് ചെയ്തിടുന്നത്. അല്ലാതെ പിച്ചാത്തി വെച്ചൊക്കെ കട്ട് ചെയ്ത് ഇടാറുണ്ട്, പക്ഷേ അതിലും എളുപ്പം നമുക്ക് ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ആയി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് അതങ്ങ് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് മാറി നിൽക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ ദേഹത്തൊക്കെ എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പീസ് ചെറുതായിട്ടൊന്ന് തമ്മിലൊന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. അതാണ് ഞാൻ ചട്ടുവം വെച്ച് ഇളക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടുവം എടുത്തത്. അത് കോരാറായിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് ഇട്ടത് നമ്മൾ കോരുവാണ്. നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. നല്ല അവൾക്ക് കുറച്ചുകൂടി ഒരു ബ്രൗൺ കളർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പരുവത്തിൽ വെച്ചാണ് കേട്ടോ ഫസ്റ്റ് ട്രിപ്പിലത്തേത് കോരിയിരിക്കുന്നത്. പിന്നെ ബാക്കി നമ്മുടെ ആവശ്യത്തിന് യെല്ലോ കളറിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പൊക്കെ ഉള്ളത് പിന്നെ വേഗം ചീകിയിടുകയാണ്. അപ്പോൾ എണ്ണ കുറഞ്ഞു വന്നതുകൊണ്ട് ഒരുപാട് നമുക്ക് ഈ ട്രിപ്പിൽ ഇടാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് തിളയ്ക്കേണ്ട സമയം വേണമല്ലോ. അപ്പം ഞാൻ വേഗം ചിപ്സൊക്കെ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചിപ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും വേണ്ടിയിട്ട്. നല്ല വിളഞ്ഞ കായ നോക്കിയാണ് കേട്ടോ നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ കായെല്ലാം വറുത്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങളിതിൻ്റെ സൗണ്ട്. ചിപ്സൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വരിക്കച്ചക്ക ഇല്ലാത്തത് കൊണ്ട് തന്നെ വരിക്കച്ചക്കയോട് ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ വരിക്കച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിപ്സിനെ നോക്കത്തേ ഇല്ല. അങ്ങനെ നമ്മൾ വരിക്കച്ചക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതിനും എണ്ണ ഓൾറെഡി നമ്മൾ പിച്ചാത്തിയിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതും കൂടെ അങ്ങ് റെഡിയാക്കിയിട്ട് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അത്താഴമൊന്നും കഴിപ്പില്ല, ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇന്ന് രാത്രിയിൽ കഴിക്കുക. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. രാത്രിയിൽ പിന്നെ ഇതൊക്കെ മതിയല്ലോ എനിക്ക്. അപ്പോൾ ഓരോ ചക്ക എടുക്കുമ്പോഴും പാത്രത്തിലേക്കൊന്നും വീഴാനില്ല, എല്ലാം എൻ്റെ വയറ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം കിട്ടുന്ന ചക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡാണെന്ന് പറയത്തില്ലേ. അപ്പോൾ ആദ്യമൊക്കെ കിട്ടിയ ചക്കയായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ കിട്ടുന്ന ചക്കയോട് ഇത്ര വലിയ ആക്രാന്തമൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ അതൊക്കെ ഉള്ളായിരുന്നു. നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഒരെണ്ണം കഴിച്ചാൽ പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിച്ചാത്തിയിൽ എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ അതും തെന്നി പോകുന്നുണ്ടായിരുന്നു. നമുക്കതൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കൈവച്ച് തന്നെ എങ്ങനെയൊക്കെയോ വലിച്ച് പറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അവസാനം ഇത്രയും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ രണ്ടും കൂടെ അത് വെട്ടിയപ്പോൾ തന്നെ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഈ ചക്കയൊക്കെ തിന്നുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതൊക്കെ വെട്ടി ഒരുക്കി എടുക്കുന്നതിനോടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലിരുന്ന് ഒരു പണിയും ചെയ്യാനില്ലാത്തപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.